ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു ഗോതമ്പ് ദോശയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. വളരെ ടേസ്റ്റിയുമാണിത്, വളരെ ഹെൽത്തിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികമൊന്നും ഒഴിക്കണ്ട കേട്ടോ, എണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള അരിയുമ്പോൾ വളരെ നേരിയതായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. സവാള ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇവ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ദോശക്കുള്ള മാവ് കലക്കിയെടുക്കാം. ദോശക്ക് മാവ് കലക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള കുഴിയുള്ളൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ദോശ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടിയും കൂടി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം. പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്താൽ മതി. ഇപ്പോൾ മാവ് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. സാധാരണ ദോശ ഉണ്ടാക്കുന്ന പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശമാവ് റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാൻ വേണമെങ്കിലും വെച്ച് ഇത് ഉണ്ടാക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ പരത്തി കൊടുക്കണം. കൂടുതൽ നേരിയതായിട്ട് പരത്തണ്ട. കൂടുതൽ നേരിയതായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. പതുക്കെ ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഈ ദോശയുടെ ചുറ്റിനും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദോശയുടെ ഒരു സൈഡ് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ദോശയുടെ പുറമൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളറായി ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി എടുക്കാം. ഇനി ദോശപ്പാനിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു ടവൽ കൊണ്ട് ആ വെള്ളം തുടച്ച് കളയാം. ദോശപ്പാൻ കൂടുതൽ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിച്ച് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതുപോലെ വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് മാവ് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ദോശയെല്ലാം പാകമായി കഴിഞ്ഞ് ഈ ദോശ നമുക്ക് ചൂടോടുകൂടി ചമ്മന്തി, സാമ്പാർ, ഏതെങ്കിലും കറികൾ, ഒന്നുമില്ലെങ്കിൽ അച്ചാറ് മാത്രം കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.